അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര സഹായം വർദ്ധിപ്പിച്ച നടപടിയാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വസിക്കാനുള്ളത്. അതേസമയം ഘടകകക്ഷി സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള മൂലധന ചെലവിനായി 11,11,111 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ഇത് പ്രകാരം സംസ്ഥാനങ്ങൾക്കായി 50 വർഷത്തെ പലിശരഹിത വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. ഈ സാമ്പത്തിക വർഷം 1.5 ലക്ഷം കോടി രൂപയാണ് ഇത് പ്രകാരം ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. ഇതിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് വഴി സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാനുള്ള അവസരവും സംസ്ഥാനങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നുണ്ട്. 26,000 കോടിയുടെ പ്രത്യേക വികസന പാക്കേജിന് പുറമെ 11,500 കോടി പ്രളയ സഹായവും ബീഹാറിനായി മാറ്റിവെച്ചു. എയർപോർട്ടുകൾ, മെഡിക്കൽ കോളേജുകൾ, കായിക മേഖലയുടെ വികസനം എന്നിങ്ങനെ അടുത്ത 5 വർഷം ബീഹാറിന്റെ പദ്ധതികൾക്കുള്ള അധിക ഫണ്ട് തുടർ വർഷങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. 15,000 കോടിയുടെ പ്രത്യേക പാക്കേജിനൊപ്പം ജലം, വൈദ്യുതി, റെയിൽവേ, റോഡുകൾ എന്നിങ്ങനെ ആന്ധ്രയുടെ സമഗ്ര വികസനമാണ് ബജറ്റ് പ്രസംഗത്തിലുണ്ടായത്. തലസ്ഥാനമായ അമരാവതിയുടെ വികസനവും 3 ജില്ലകൾക്കുള്ള പിന്നോക്ക മേഖലാ ഗ്രാന്റുമടക്കം റീഓർഗനൈസേഷൻ നിയമപ്രകാരമുള്ള ആന്ധ്രയുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന വാഗ്ദാനമാണ് ധനമന്ത്രി നൽകിയത്. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർവോദയ പദ്ധതി പ്രഖ്യാപിച്ചു. അമൃതസർ, കൊൽക്കത്ത വ്യവസായ ഇടനാഴിയടക്കം ബജറ്റിലുണ്ട്. പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കുള്ള 19,100 കോടി ഫണ്ട് നീക്കിവെക്കലിന്റെ ഭാഗമായി ജലവൈദ്യുത പദ്ധതികളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ നിക്ഷേപത്തിൽ 25% വരെ കേന്ദ്ര സഹായം ബജറ്റ് വാഗ്ദാനം ചെയ്യുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റിയ മാതൃകയിലുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. ബീഹാറിലെ വിഷ്ണുപാദ്, മഹാബോധി ക്ഷേത്രങ്ങളെ ടൂറിസം ഹബ്ബായി മാറ്റും. ബീഹാറിന് പുറമെ ആസാം, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്കുള്ള പ്രളയ ഫണ്ടും ബജറ്റിലുണ്ട്. ബജറ്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.